എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ ഡേറ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികളിൽ പലർക്കും ചിലപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷൻ ഡേറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ അതത് യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റിൽ പോയിട്ട് ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് ആ ഒരു ഡേറ്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആദ്യം നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു രജിസ്ട്രേഷൻ വരുന്നത്, അതായത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് മുൻപായിട്ടാണ് ഈ ഒരു രജിസ്ട്രേഷൻ വരുന്നത്. അപ്പോൾ ഫ്രഷ് ആപ്ലിക്കേഷനും അതുപോലെ തന്നെ അപേക്ഷയിൽ തെറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അത് തിരുത്താനും അതുപോലെ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനും ഈ ഒരു ഘട്ടത്തിൽ സൗകര്യം ഉണ്ടായിരിക്കും. അതായത് പുതിയ ഓപ്ഷൻസ് കൊടുക്കാനും സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ജൂലൈ 1 മുതൽ ജൂലൈ 5 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ, അതായത് പുതിയ അപേക്ഷ നിങ്ങൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് നൽകാനായിട്ട് സാധിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ പുതിയ ഓപ്ഷൻസ് നൽകാനും അപേക്ഷയിൽ തെറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുന്നതിനും അതുപോലെ പുതുതായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഫ്രഷ് ആപ്ലിക്കേഷൻ നൽകുന്നതിനും ഈ ഒരു ഘട്ടത്തിൽ സാധിക്കുന്നതാണ്. അപ്പോൾ ജൂലൈ 1 മുതൽ ജൂലൈ 5 വരെയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള അപേക്ഷ നൽകാൻ സാധിക്കുക. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്, അത് ലേറ്റ് രജിസ്ട്രേഷൻ എന്ന പേരിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ നടക്കുന്നത് ഈ ഒരു 15 തീയതി, അതായത് ജൂലൈ 15 മുതൽ ജൂലൈ 18 വരെയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡേറ്റിൽ വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇതിന് ഇടയിലായിട്ട് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ഈ ഒരു, അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിലെ ഷെഡ്യൂൾ നോക്കി കറക്റ്റായിട്ട് ആ ഒരു രജിസ്ട്രേഷൻ എപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ളതാണ് MG യൂണിവേഴ്സിറ്റിയുടേത്. MG യൂണിവേഴ്സിറ്റിയുടേത് നിലവിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 28 തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുക. അതിനുശേഷം SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷനുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു, അതായത് MG യൂണിവേഴ്സിറ്റിയുടേത്, അതായത് ഈ MG യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 17 തീയതിയാണ്. ജൂലൈ 17 മുതൽ ആണ് ഈ ഒരു രജിസ്ട്രേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടത്തിൽ MG യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. 17 തീയതിയാണ് MGയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടക്കുന്നത്, അത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ആ ഒരു സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇതിനിടയിലായിട്ട് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അത് നിങ്ങൾ കറക്റ്റായിട്ട് യൂണിവേഴ്സിറ്റി അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ഏത് ദിവസമാണ് SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ രജിസ്ട്രേഷൻ, അത് സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് രജിസ്ട്രേഷൻ നടക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇനി അടുത്തതായിട്ടുള്ളതാണ് കേരള യൂണിവേഴ്സിറ്റിയുടേത്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയുടേത് തേർഡ് അലോട്ട്മെൻറ്റ് ജൂൺ 24 തീയതിയാണ് പ്രസിദ്ധീകരിക്കുന്നത്. അതിനുശേഷം ക്ലാസ്സുകളൊക്കെ ആരംഭിക്കുന്നത് ഏകദേശം ജൂലൈ 1 തീയതിയാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. അപ്പോൾ അതിനുശേഷമായിരിക്കും കേരള യൂണിവേഴ്സിറ്റിയുടെ സപ്ലിമെൻ്ററി ഡേറ്റ്. നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ തേർഡ് അലോട്ട്മെൻറ്റ് വരെയും ക്ലാസ്സുകൾ ആരംഭിക്കുന്ന ഡേറ്റ് വരെയും മാത്രമാണ് ആ ഒരു ഷെഡ്യൂൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി സപ്ലിമെൻ്ററി ഘട്ട രജിസ്ട്രേഷനുള്ള അപേക്ഷകൾ ഏകദേശം ജൂൺ 24 തീയതിക്ക് ശേഷമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കറക്റ്റായിട്ട് അതത് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ലേറ്റ് രജിസ്ട്രേഷൻ അതുപോലെ സപ്ലിമെൻ്ററി രജിസ്ട്രേഷൻ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ 15 മുതലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ 1 മുതലും MG യൂണിവേഴ്സിറ്റിയുടെ ജൂലൈ 17 മുതലുമാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടേത് ഏകദേശം ജൂൺ 25 ശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.